ദൈവവചനം എപ്പോഴും ധ്യാനിക്കണം. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ധാന്യങ്ങളാണ്. ധാന്യം. ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് ധ്യാനമാണ്. ധ്യാനം എഴുതാനും പറയാനൊക്കെ വളരെ എളുപ്പം, വളരെ സാമ്യമുള്ള രണ്ട് വാക്കുകളാണ്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഊർജത്തിന് ആവശ്യം ധാന്യം, ആത്മാവിൻ്റെ വളർച്ചയ്ക്കും സന്തോഷത്തിനും ആവശ്യം ധ്യാനം. അപ്പം ദൈവവചനം വായിക്കുക മാത്രമല്ല, ധ്യാനിക്കണം, അതിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എന്നാൽ മാത്രമേ അതിന് പുരോഗതി ഉണ്ടാകൂ. ആ വചനം നമ്മളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ബസ്സിലിരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മളതിനെ ധ്യാനിക്കണം. പശു പുല്ലും വൈക്കോലൊക്കെ ധാരാളം തിന്നുന്നുണ്ട്. നമ്മളും വചനം കുറേയൊക്കെ വായിക്കുന്നുണ്ട്. പശു പുല്ലും വൈക്കോലൊക്കെ തിന്നിട്ട് എന്താ ചെയ്യുക? അത് പോയി കിടന്നിട്ട് വിശ്രമിക്കുമ്പോൾ അത് തിരിച്ചെടുത്ത് ചവച്ചരച്ച് ആണ് അതിന് ഊർജം വരുന്നത്. അതേപോലെ നാം വായിക്കുന്ന വചനം വേസ്റ്റായി പോകരുത്. ഒരു വചനം വായിച്ചാൽ അത് പല പ്രാവശ്യം ധ്യാനിക്കണം. അപ്പോൾ കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ അത് വെറുതെ ദഹിക്കാതെ കിടക്കും. വചനം വായിച്ചു വീണ്ടും ഒന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കുറച്ച് വായിച്ചാൽ മതി. വായിക്കുന്നത് ധ്യാനിക്കണം, ദഹിച്ച് ശരീരത്തിൽ ചേരണം, ആത്മാവിൽ ചേരണം. അതുകൊണ്ട് നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദാവീദിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള ഒരു അപേക്ഷയാണത്. ദാവീദിന് ഒരു തെറ്റ് പറ്റിയത് നമുക്കറിയാം. വളരെ ഗൗരവമുള്ളൊരു തെറ്റായിരുന്നു. അത് പെട്ടെന്ന് വന്നൊരു തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യർക്ക് പലർക്കും തെറ്റുകൾ പറ്റുന്നത് ഒറ്റ നിമിഷം കൊണ്ട് പറ്റുന്നതല്ല. ചിന്ത, പ്രവൃത്തി, പെരുമാറ്റം, സംഭാഷണം, സ്വഭാവം. അപ്പം ചിന്തയാണ് ഒരു സ്വഭാവത്തിന് കാരണമായിട്ട് തുടങ്ങുന്നത്. അപ്പം നല്ല സ്വഭാവം ഉണ്ടാകണമെങ്കിൽ എന്ത് ചിന്ത ഉണ്ടാകണം? നല്ല ചിന്ത ഉണ്ടാകണം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ തോട്ട്, ആക്ഷൻ, കോണ്ടക്റ്റ്, കോൺവെർസേഷൻ ആൻഡ് ക്യാരക്ടർ. അപ്പം നല്ലതോ ചീത്തയാണോ എന്നുള്ളത്, നല്ല ചിന്തയാണെങ്കിൽ നല്ല പ്രവൃത്തി, നല്ല പെരുമാറ്റം, നല്ല സംഭാഷണം, നല്ല സ്വഭാവം. ചീത്ത ചിന്തയാണെങ്കിലോ ചീത്ത പ്രവൃത്തി വരും, ചീത്ത പെരുമാറ്റം, ചീത്ത സംഭാഷണം, ചീത്ത സ്വഭാവം. അപ്പോൾ ദാവീദിൻ്റെ ചിന്തയിൽ നമുക്കറിയില്ലല്ലോ, ദാവീദ് എന്ത് ചിന്തിച്ചു എന്നൊന്നും നമുക്കറിയില്ല. ചിന്തയിൽ പല മാലിന്യങ്ങളും കടന്നുകൂടി കാണാം. ആ ചിന്ത പ്രവൃത്തിയായി, അത് പെരുമാറ്റത്തിൽ വന്നു, അത് സംഭാഷണത്തിൽ വന്നു, അത് സ്വഭാവത്തിൽ വന്നു. ഓക്കെ, അത് ഗൗരവമുള്ള തെറ്റാണെന്ന് ദാവീദിന് മനസ്സിലായി. അവിടെയാണ് നമ്മൾ ധ്യാനിക്കണമെന്ന് പറഞ്ഞത്. അത് ഗൗരവമുള്ള തെറ്റാണെന്ന് ദാവീദിന് മനസ്സിലായി. അപ്പോൾ ദാവീദ് എന്താ ചെയ്യണേ? ഇനി ഇങ്ങനെ സൂത്രപ്പണി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഇനി ഞാൻ തെറ്റിൽ വീഴും. എത്ര പ്രാവശ്യം മാപ്പ് ചോദിച്ച് കരഞ്ഞാലും ദൈവത്തോട് ക്ഷമ ചോദിച്ചു, ദൈവം ക്ഷമിച്ചു. അതങ്ങനെ പോകാൻ, അത് കത്തോലിക്കരും വിജാതിയരൊക്കെ അങ്ങനെ ചെയ്യുന്നു. പാപം ചെയ്യും, കുമ്പസാരിക്കും, വീണ്ടും പാപം ചെയ്യും, കുമ്പസാരിക്കും. ഇപ്പം പാപം ചെയ്യാം, കുമ്പസാരമുണ്ടല്ലോ എന്നുള്ള ഒരു കടമ്പ, അതുകൊണ്ട് വീണ്ടും പാപം ചെയ്യാനുള്ള സാഹചര്യമാവും. ഇതേപോലെ ദാവീദിന് പലതവണ പല തെറ്റുകൾ സംഭവിച്ചു. ദാവീദ് ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ, അല്ലെങ്കിൽ ഞാൻ ഇനിയും തെറ്റി. അപ്പം തെറ്റ് ചെയ്യാതിരിക്കാൻ നമുക്കും വേണ്ടത് എന്താണ്? ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പം നിർമ്മലമായൊരു ഹൃദയം എവിടെ നിന്ന് കിട്ടും?
നിർമ്മലമായൊരു ഹൃദയം എവിടെ നിന്ന് കിട്ടും? അപ്പോളോ അറ്റ്ലക്സ്, അപ്പോളോ ആശുപത്രി പോയാൽ ഹൃദയം മാറ്റിവെച്ച് തരും. നിർമ്മലമായൊരു ഹൃദയം തരുമോ? അമേരിക്കയിൽ പോയാലും ചിലപ്പോൾ ഹൃദയം മാറ്റിവെച്ച് തരും, നിർമ്മലമായൊരു ഹൃദയം കിട്ടൂല. ലോകത്ത് എവിടെ പോയാലും നിർമ്മലമായൊരു ഹൃദയം കിട്ടൂല. നിർമ്മലമായൊരു ഹൃദയം കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് മാത്രമേ നിർമ്മലമായൊരു ഹൃദയം തരാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് എല്ലാ വാളും പരിചയമൊക്കെ അവിടെ വെച്ച് മുട്ടുകുത്തി, അടിയനിതാ പ്രാർത്ഥിക്കുന്നു, എനിക്ക് അവിടുത്തെ വിശ്വസ്തനായിട്ട് ജീവിക്കണം, മരിക്കണം. അതിനെനിക്ക് വേണ്ടത് നിർമ്മലമായൊരു ഹൃദയമാണ്, അധികാരമല്ല. നിർമ്മലമായൊരു ഹൃദയം വേണം. അടുത്തെന്താണ്? സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. പരിശുദ്ധാത്മാവ് എങ്ങനെയായിരിക്കണം നമ്മിൽ വരേണ്ടത്? സ്ഥിരമായിട്ടായിരിക്കണം. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ടെമ്പററി ആണോ ഇഷ്ടം, പെർമനൻ്റ് ആണോ? ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ കമ്പനി ഉടമസ്ഥൻ പറഞ്ഞു ജോലി തരാം, അത് ടെമ്പററി ആയിട്ട് തരാം, താൽക്കാലികമായിട്ട് തരാം എന്ന് പറഞ്ഞാൽ നമുക്കത് താല്പര്യം ഉണ്ടാകുമോ? നമ്മൾ പറയും സ്ഥിരമായിട്ട് വേണം, അല്ലേ? അപ്പം സ്ഥിരമായൊരു ആത്മാവിന് വേണം. വെള്ളിയാഴ്ച ഉപവസിക്കുകയും ശനിയാഴ്ച കൂടുതൽ പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച കർത്താവിൻ്റെ മേശയിൽ നിന്ന് അനുഭവിക്കുകയും ചെയ്യാൻ വേണ്ടി ഒരു ആത്മാവിനെ സ്വീകരിച്ച് തിങ്കൾ ചൊവ്വ ബുധൻ കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പർ പോയാൽ, കരണ്ട് വന്നും പോയിരിക്കുകയാണെങ്കിലോ? കരണ്ട് ഇപ്പോൾ വന്നു, കുറച്ച് കഴിയുമ്പോൾ പോയി, വീണ്ടും വന്നു. അതേപോലെ ആകരുത്. സ്ഥിരമായൊരു ആത്മാവിനെ വേണം. ആത്മാവിൻ്റെ അനുഗ്രഹം നമ്മൾ സ്വീകരിച്ചാൽ പിന്നെ അത് നമ്മിൽ നിന്ന് വിട്ടുപോകരുത്. ആത്മാവിനാൽ നയിക്കപ്പെടണം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിലേക്ക്, പിന്നെ ഒരിക്കലും ആത്മാവ് തിരിച്ചു പോകുന്നില്ലല്ലോ. അതേപോലെ ദാവീദ് പറയാണ്, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണമേ, എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. അവിടുത്തെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, എടുക്കരുതേ, എടുക്കരുതേ. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്താൽ പോയി. നാം പ്രസംഗിക്കും, നാം യാത്ര ചെയ്യും, നാം ജീവിക്കും, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകില്ല. പച്ച മനുഷ്യനായിട്ട് മാറും. ധീരനായ യോദ്ധാവായിരിക്കും, നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് ക്ലാസ് എടുക്കും, ബൈക്ക് ഓടിക്കും, ആഹാരം കഴിക്കും, മറ്റുള്ള ലൗകികമായ കാര്യങ്ങളിലൊക്കെ തിളങ്ങും. പക്ഷെ ആത്മാവുണ്ടാവില്ല. അപ്പം സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ നിക്ഷേപിക്കണമേ, ഒരിക്കലും അത് എടുത്ത് കളയരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ മാത്രമേ ഇനി എനിക്ക് തെറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തെറ്റ് ചെയ്യാതെ വിശുദ്ധനായിട്ട് പോയാൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറാനായിട്ട്, വിശ്വസ്ത സാക്ഷിയായിട്ട് മാറാൻ സാധിക്കൂ. അതുകൊണ്ട് നിർമ്മലമായ, ദാവീദിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് വേണം. 2024 ജൂൺ 23 മുതൽ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് വേണം, സ്ഥിരമായൊരു ആത്മാവിനെ വേണം. അവിടുത്തെ സന്നിധിയിൽ നിന്ന് എന്നെ എടുത്ത് കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയും. ഈ പ്രാർത്ഥന വളരെ പ്രാധാന്യത്തോടു കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായൊരു ആത്മാവിനെ ലഭിക്കും.